മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടം നിറഞ്ഞ ഒരു ദിവസമാണ് ഈ കഴിഞ്ഞു പോയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി ഭാഗത്തിൻ്റെ വെടിക്കൊട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ വലിയ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം 13 പേർ ഇതോടകം തന്നെ മരണമടിഞ്ഞു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. 8 പേരുടെ മരണം ഇതോടൊപ്പം തന്നെ സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും അതുപോലെ തന്നെ കാര്യമായി പരിക്കേറ്റ ആൾക്കാർക്ക് 50,000 രൂപയും സഹായമായി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ള വലിയ നേതാക്കൾ ഇതിനോടകം തന്നെ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 10 പേർ ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി തൃശ്ശൂർ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ അതിൽ 3 പേർ വലിയ പരിക്കുകളോടുകൂടി വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ അടുത്തിടെ 2ാമത്തെ പടക്ക നിർമ്മാണശാല ഉണ്ടാകുന്ന അപകടമാണ്. ഒന്ന് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അവിടെയും നിരവധി ജീവനുകൾ കവർന്നെടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ തിരുവമ്പാടി വിഭാഗം എന്ന് പറയുന്നത്. അവരുടെ പടക്ക നിർമ്മാണശാലയിലാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു വമ്പിച്ച സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട വത്സൻ എന്ന് പറയുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആദ്യമായിട്ടൊന്ന് കേൾക്കാം. 40ന്റെ ഉള്ളില് പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കെട്ടിയിട്ടുണ്ടാവും. ചൂട് കാരണം ഞാൻ തിരി എടുത്തിടുക ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ ഷേമരട്ടി എൻ്റെ നമ്മൾക്ക് ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിൽസന്റെ പ്രതികരണം വരുന്നുണ്ട്. ഇപ്പോൾ വിൽസന്റെ പ്രതികരണത്തിൽ 2:40ന്റെ ഉള്ളില് പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കെട്ടിയിട്ടുണ്ടാവും. ചൂട് കാരണം ഞാൻ തിരി എടുത്തിടുക ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ ഷേമരട്ടി എൻ്റെ നമ്മൾക്ക് ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളെ അടുത്തേക്ക് തന്നെ എടുത്തു കൂട്ടി. 2-3 ഷെഡ് അത് 3 പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്. അത് എനിക്കറിയില്ല. മലയാളികളല്ലാതെ ഇല്ലില്ല, ഒക്കെ നമ്മൾ മലയാളികളാണ്. വേറെ പുറമെന്ന് അങ്ങനെയും ഏറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാല് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും മറ്റേ നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പോൾ 99% ഈ തീ പോലുള്ള വേര് ചൂടായിട്ട് തിരി അല്ലെങ്കിൽ കടുമരുന്ന് തീ ഓൾറെഡി വെയിറ്റില്ലോ. തൃശ്ശൂർ പൂരത്തിനുള്ള എല്ലാ സാമഗ്രികളും ആ സാധനങ്ങളാണ് എല്ലാം. സാമ്പിളിന് എല്ലാ സാധനങ്ങളും പൊതിഞ്ഞ് യാതൊരു കുഴപ്പമില്ല. ഇനി നാളെ വൈകുന്നേരം ആകുമ്പോൾ സാമ്പിളിന്റെ ലോഡ് ചെയ്യാം. ഒരു വെപ്പറോളം അതിലേക്കുള്ള സാമഗ്രികളെല്ലാം ഇപ്പോൾ എല്ലാ കാര്യം ഒരു വെപ്പറോളല്ലാതെ വളരെ ഭംഗിയായി ചെയ്ത്. പക്ഷെ അതെല്ലാം ഇപ്പോ വെടിക്കെട്ടിൽ പോയി എന്നല്ലേ, എല്ലാം പോയി. ഇത് എന്താവും കാരണം തോന്നുന്നത്? കാരണം 99% ഈ കളത്തിൽ തിരിയാണ് ഞാൻ നിൽക്കുന്നിടത്ത് കത്തിയത്. ഒന്നിങ്ങ് ചൂടിന് ലെൻസ് പോലെ ഇതുമ്മ ചെന്ന് അടിച്ചിട്ടാവണം. കാരണം ഈ കടിമരുന്ന് കാരണം ഇത് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അതെന്തായാലും ഓൾറെഡി ചെയ്യണം. അപ്പൊ ഞാൻ നിൽക്കുന്നിടത്ത് ഈ പെട്ടെന്നൊരു തീ പോലെ വന്ന അടിച്ചതിന്റെ പേരാണ് ഞാൻ പറയുന്നത്. അത്ര മാത്രം. കാരണം എന്റെ ഈ കളത്തിൽ കിടക്കുന്നിടത്ത് തിരി മാത്രമല്ല, തിരി കത്തിരി. അതിപ്പോ എത്ര ചൂടായാലും ഏത് വേനൽക്കാലത്തിൽ തിരി വെയിറ്റ് കിടന്ന് ഉണങ്ങണം. പക്ഷെ ആദ്യം വന്നത് എൻ്റെ അടുത്ത് ആ കളത്തിൽ എൻ്റെ അടുത്ത് തിരികെത്തി. അപ്പോൾ വത്സൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് പോലും പെട്ടെന്ന് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത്രക്കും ഭയാനകമായ സൗണ്ടോട് കൂടിയ ഒരു
പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായത്. സമീപവാസികളെല്ലാം തന്നെ പെട്ടെന്ന് വിചാരിച്ചത് ഭൂമി കുലുങ്ങുകയാണ് എന്ന് പോലും വിചാരിച്ചു എന്നുള്ളതാണ്. സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്കെല്ലാം ജർക്കിംഗ് ഉണ്ടാവുകയും അവരെല്ലാം പേടിച്ച് വിറച്ച് പുറത്തേക്ക് ഓടുകയും ചെയ്തു. അതിനുശേഷം മണിക്കൂറുകളോളമാണ് അവിടെ ഉണ്ടായ പടക്കങ്ങളും അതുപോലെ തന്നെ വെടിമരുന്നുകളും പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ്. ഇതുവരെ സംഭവിക്കാത്ത ഒരു സംഭവമാണ് ആ നാട്ടിലുണ്ടായത്. അതിനെക്കുറിച്ച് ആ നാട്ടുകാരനായ ദൃക്സാക്ഷിയായ ഒരാൾ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി കേൾക്കാം. കസരിലേക്കായിരുന്നു. കസരിന് ഞാൻ മറിഞ്ഞു വീണു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭൂമി ഉദ്ഘാടനമായിട്ട് എല്ലാവരും പുറത്തേക്ക് ഓടുകയാണല്ലോ. പുറത്തേക്ക് ഓടുന്ന സമയത്ത് ഞാൻ ഓടി ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും പാടത്തേക്ക് ഇങ്ങനെ ഓടി വരിക. അപ്പോൾ വരുമ്പോ എന്താ കാഴ്ച? വരുമ്പോൾ ആകെ ഇങ്ങനെ പടപട വെച്ചിട്ട് പൊട്ടല്ലേ, കംപ്ലീറ്റ് നിന്ന് അലക്ക് കിടന്നിട്ട്. അപ്പോൾ അപ്പുറത്തൊരു 3 ആള് വീണിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് ഓടി വരണ്ട, അവിടെ അവർ പരിയുണ്ട്, അത് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നം, ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പോൾ നിങ്ങൾ അവിടെ കിടന്നിരുന്ന ആൾക്കാരെന്ത് ചെയ്തു, ഇതിൽ മുണ്ടിൽ കയറ്റിയിട്ട് ആംബുലൻസിൽ കയറ്റി വിട്ടു കൊടുത്തു. ഒരുപാട് ആൾക്കാർ അവിടെ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതല്ലേ ബോഡികളൊക്കെ കിട്ടാൻ കാരണം. രണ്ടാളുടെ ബോഡി അവിടുന്ന് അരിക്കുന്ന മേപ്പെട്ട് പോയിട്ടും അരിക്കുന്ന കീപ്പിട്ടുള്ളതും പിന്നെ കുടലൊക്കെ വയറിന്റെ കുടലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിഹ്നം ചിതറിയിട്ടൊക്കെ കിടന്നിരുന്ന അവിടെ. സാധാരണ എത്ര പണിക്കാരുണ്ടാവാറുണ്ട് അവിടെ? ഇവിടെ 40 ആള് 40-45 ആള് പതിവ്. ഇപ്പൊ ഇന്നിപ്പോ 40 ആളുള്ളെന്ന് പറഞ്ഞാൽ 40 ആളുടെ ഭക്ഷണം അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോന്നിട്ടുണ്ട്. അവർ പറഞ്ഞ് 40 ആളുടെ ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എത്ര ആള് അതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്ന് കാലത്ത് TV പ്രദേശത്ത് എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങിയതായിരിക്കുമല്ലോ. കാരണം സതീശന്റെ അച്ഛനുള്ള കാലം മുതലേ മണിയായിട്ടുള്ള സമയത്ത് തന്നെ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു? ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം നിങ്ങൾ കേട്ട് കാണും. വീടിൻ്റെ ഇരിക്കുന്ന കസാരയിൽ നിന്ന് പോലും അദ്ദേഹം തെറിച്ചു പോയി. അത്രക്കും ഭയാനകമായ ഒരു ഞരമ്പലോട് കൂടി തന്നെയാണ് അദ്ദേഹം ആ ഒരു കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത്. അദ്ദേഹം ഇതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് വർഷമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പെട്ടെന്ന് വയലുകളിലും അതുപോലെ തന്നെ അടുത്തുള്ള പാടങ്ങളിലുമെല്ലാം ചിന്നിച്ചിതറിയ രീതിയിലാണ് അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കിട്ടിയ ഉടനെ എല്ലാവരും മുണ്ടും മറ്റു കാര്യങ്ങളും എല്ലാം അതിലെടുത്തിട്ട് കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രാഥമിക കാര്യങ്ങളും എല്ലാവരും ഒരുമിച്ച് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം അത് തന്നെയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നതിന് ശേഷം അവരുടെ വീട്ടുകാരും കുടുംബക്കാരും അവരുടെ ഉറ്റവരെ തേടിയിട്ട് അവിടെ വന്നിട്ട് തിരയുകയാണ്. ആരാണ്, എന്താണ്, എവിടെ പോയി എന്ന് പോലും യാതൊരു വിവരവുമില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇട്ട് കൊടുത്ത ആഭരണത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ അവരുടെ ഉറ്റവരെ തിരിച്ചറിയാൻ വേണ്ടി പ്രയത്നിക്കുന്നത്. അത് ഫലവത്താവുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി തീർച്ചയായിട്ടും ബാക്കിയുള്ള മൃതദേഹങ്ങൾ DNA ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ അന്തിമമായിട്ട് ആരുടേതാണ് ബോഡി എന്ന് പോലും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്രക്കും ദയാനകമായ ഒരു സംഭവമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇന്നുണ്ടായത്. തൃശ്ശൂർകാർക്ക് ഇന്ന് ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഏക ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളും അതുപോലെ തന്നെ കളക്ടറും പോലീസും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ ആ നാട്ടുകാരായ പൊതുജനങ്ങളും എല്ലാം തന്നെ കൈകോർത്തുകൊണ്ട് യാതൊരു ആക്ഷേപങ്ങൾക്കും ഒരു വഴിയും കൊടുക്കാത്ത രീതിയിലുള്ള നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ അപകടങ്ങൾ കുറയ്ക്കാനും അപകടത്തിൽപ്പെട്ട ആൾക്കാരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും വേണ്ടി സാധിച്ചു. വളരെ സങ്കടം നിറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ അപകടം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് അവിടെ പോയിട്ട് അവരുടെ ഒരു ബൈറ്റ് എടുത്തിരുന്നു. അത് നമുക്ക് കാണുന്ന സമയത്ത് കണ്ണീരിൽ നിന്ന് വെള്ളം വരാതെ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. നമുക്ക് രാവിലെ എടുത്ത ആ ബൈറ്റിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. മുട്ടിയാൽ ഓല പടക്കമാകുന്ന കരിമരുന്നിൻ വിരുതല്ലേ, ആഘോഷവേളയിൽ ഇതൊന്നു പൊട്ടിക്കാണുവാൻ ജനലക്ഷം കാത്തു നിൽക്കുന്നു. ടട്ടട്ടട്ടു വിരലൊന്നു മുട്ടിയാൽ ഓല പടക്കമാകുന്ന കരിമരുന്നിൻ വിരുതല്ലേ, ആഘോഷവേളയിൽ ഇതൊന്നു പൊട്ടിക്കാണുവാൻ ജനലക്ഷം കാത്തു നിൽക്കുന്നു. ഇത് വെടിക്കെട്ട് വിൽസന്റെ സ്വന്തം കരവരുത്. എങ്ങനെ ഉണ്ടായിരുന്നു സംഗതി? സൂപ്പർ താളം ഇട്ടായിരുന്നു. സൂപ്പർ. അതുതന്നെയാണ് രാവിലെ ഈ ഷോ എടുക്കുന്ന സമയത്തൊന്നും അവർക്കറിയില്ലായിരുന്നു ഇത്തരത്തിൽപ്പെട്ട ഒരു വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത് എന്ന്. വളരെ സന്തോഷത്തോടു കൂടി പാട്ടുപാടി എതിരേറ്റ് അവരുടെ സന്തോഷം പങ്കുവെക്കുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ആ ഒരു രംഗമൊന്നും ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അത്രക്കും കണ്ണീരിൽ കുതിർന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരും ഇടവരും എല്ലാം തന്നെ അവരുടെ ആൾക്കാർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന്
സുഖമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക്, അവരുടെ ഉറ്റവർക്ക് തീർച്ചയായിട്ടും ദൈവം ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും വേദനയിൽ നമുക്ക് പങ്കുചേരുകയും ചെയ്യാം. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരും സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഓരോ പരിക്കേറ്റവരുടെ അടുത്തും ഏറ്റവും ചുരുങ്ങിയത് 3 ഡോക്ടർമാരെങ്കിലും ഉണ്ടാവണമെന്നുള്ള നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള മറ്റുമാരുടെ സംഘം ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം സുഖമായിട്ട് വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.